ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വാഗനറിൻ്റെ 2H3 പറയുന്ന ഒരു LXi വേരിയൻറ്റിനെ കുറിച്ചാണ്. ഇത് ഞാൻ ഏറെക്കുറെ 1 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ എറണാകുളത്ത് ഊബർ ഓടാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു CNGയും പെട്രോളും കൂടെ ആയിട്ട് വരുന്നൊരു വണ്ടിയാണ്. വണ്ടിക്കകത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളൊരു ഷൂട്ടിനായിട്ട് ഇറങ്ങിയാണ് ഇൻ്റർവ്യൂവിൻ്റെ. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, CNG കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഹാലജനാണ്. പിന്നെ അതിനകത്ത് തന്നെയാണ് ഒരു ടേണിങ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈറ്റും വരുന്നത്. പിന്നെ ഇവിടെ താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുക്കാനുള്ളൊരു ഏരിയ ഉള്ളത്. അത് LXi ആയതുകൊണ്ട് ഫോഗ് ലാമ്പില്ല, നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയാണ് ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രില്ലാണ്. അതിൽ തന്നെയാണ് മറ്റേ സുസുക്കിൻ്റെ ലോഗോയും കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽ ഇങ്ങനെയാണ്. നോർമൽ 13 ഇഞ്ചിൻ്റെ ഒരു ടയറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വീൽ കപ്പും കാര്യങ്ങളൊന്നും വണ്ടി നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ അല്ലാതെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ വാങ്ങിച്ച് ചെയ്താണ്. പിന്നെ ഇതിൽ മിറർ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് നോർമൽ മിററാണ്. പിന്നെ മുകളിലൊരു ആൻറ്റിന വരുന്നുണ്ട്. അത്രയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണെന്നത്. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ്. കൂടുതൽ ബാഡ്ജിങ്ങോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ചില വണ്ടികൾക്ക് കാണാൻ നമുക്ക് മുകളിലൊക്കെ സ്പോയിലറും കാര്യങ്ങളൊക്കെ, ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല. ഇത് നോർമൽ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഗൈസ്, ഇതിൻ്റെ ഫ്യൂവൽ കേജ് ഇവിടെയാണ് വരുന്നത്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്രോളും പിന്നെ CNGൻ്റെ ഇതും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ CNG ടാങ്ക് വരുന്നത് ഡിക്കിക്കകത്താണ്. സ്റ്റെപ്പിനിയും CNG ടാങ്കും കൂടെ എങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മളെ എൻജിൻ റൂമാണ്. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം എന്ന് പറയുന്നത്. ഏറെക്കുറെ CNGൻ്റെ ഐറ്റംസും എല്ലാം കൂടെ ഫിക്സ് ആയിട്ട് വരുന്നത് ബോണറ്റിനകത്ത് തന്നെയാണ്. എൻജിൻ്റെ കാര്യങ്ങളും ബാറ്ററി കാര്യങ്ങളും സാധാരണ നോർമൽ പോലെ തന്നെയാണ്. ഗൈസ്, നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ചെയ്യാനുള്ള അൺലോക്കും ലോക്കും ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിലെ ഗ്ലാസ് ഓട്ടോ ആണ്. പിന്നെ ഇത് നോർമലാണ്. അപ്പോൾ 2 ഗ്ലാസ്സിനാണ് പവർ വിൻഡോ വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ബട്ടൺ കാണുന്നുണ്ട്. 2 ബട്ടണും പിന്നെ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് CNGയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂവല് നമുക്ക് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പെട്രോളിൻ്റെയും CNGൻ്റെയും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളിലേക്ക് മാറും. അപ്പോൾ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും CNGയിലേക്ക് മാറും. പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോളാണ്. അത്രയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഇപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇതൊരു പാനിക് ബട്ടണാണ്. ഇത് സെപ്പറേറ്റ് വണ്ടി എടുക്കുന്ന ടൈമിൽ വാങ്ങിച്ചതാണ്. ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. ഇത് 7000 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്, പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനമില്ല. പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ AC-ൻ്റെ കൺട്രോളൊക്കെ അത് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഒരു സ്റ്റീരിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിവിടെ നോർമലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഇതാണ് വരുന്നത്. പിന്നെ ഒരു ഗ്ലോ ബോക്സ് ആണുള്ളത്. ഗ്ലോ ബോക്സിൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നോർമൽ ഒരു എല്ലാ വണ്ടിക്കും കാണുന്ന പോലെ തന്നെ ഉള്ളൊരു ഗ്ലോ ബോക്സാണ്. 2 എയർ ബാഗാണ് ഇതിനും വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഗവർണർ ഉള്ളതുകൊണ്ട് ഈ വണ്ടി 80 സ്പീഡിന് മുകളിൽ കയറില്ല. അതാണ് പ്രത്യേകത. 2 സൺബ്ലൈൻഡാണുള്ളത്.
സീറ്റ് കവറൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് വന്നത് 3200 രൂപയാണ് എനിക്ക് റേറ്റ് വന്നത്. പിന്നെ ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം 2000 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫാനും, ഒരു പോർട്ടബിൾ ഫാനാണ് ബജാജിൻ്റെ. അത് ഞാൻ വണ്ടി സൈഡാക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് നമ്മൾ നോർമൽ ചാർജർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ആംറസ്റ്റ് ഇത് ഞാനും പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. 1000 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. അതുപോലെ മാറ്റും പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതിന് 1000 രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാക്കിലെ സീറ്റ്. ബാക്കിൽ നമുക്ക് നോർമൽ വിൻഡോ ആണ് വരുന്നത്. ഗ്ലാസ് നമുക്ക് തിരിച്ച് കയറ്റേണ്ടി വരും. പിന്നെ അവിടെ ഒരു ബാക്കിലൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. അതിന് താഴെയാണ് CNG വരുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂമും വരുന്നുണ്ട്, ഹെഡ് റൂമും വരുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ 5 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന് താഴെ, സീറ്റിന് താഴെയായിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കാണുന്നില്ലേ? ഇതൊരു എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തതാണ്. ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വരുന്നത്. പിന്നെ ഈ സീറ്റിൻ്റെ താഴെയാണ്, ഇവിടുത്തെ ഒരു സീറ്റിന് താഴെയായിട്ടാണ് ജാക്കി വരുന്നത്. ഇതാണ് ജാക്കി, ഇവിടെയാണ് വരുന്നത്. അത്രയേ ഉള്ളൂ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇത് പാസഞ്ചർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, പാനിക് ബട്ടണാണ്. ഒരു ഉപയോഗമില്ല, ഒരു കാര്യമില്ല, വേസ്റ്റ്. വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഊബർ ഓടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് വാങ്ങിക്കുന്നത്. കുറച്ച് കഷ്ടത്തിലാണ് ഊബറിൻ്റെ അവസ്ഥ. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ, മൈലേജ് ഇപ്പോൾ ഏറെക്കുറെ എനിക്ക് കിട്ടുന്നത് ഒരു 180 ആണ് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ. അത് ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞാൻ വണ്ടി എടുത്തിട്ട് ഏറെക്കുറെ 1 വർഷമായി. ഇതുവരെ ഓടിയിട്ടുള്ള 67,976 കിലോമീറ്ററാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. അപ്പോൾ ഞാനിപ്പോൾ CNG അടിച്ചിട്ട് ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഇപ്പോൾ 21 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോഴത്തേന് 2 ഘട്ട CNG കഴിഞ്ഞു. അതാണ് അവസ്ഥ. ഇവിടെ വളരെ മൈലേജ് കുറവാണ്. അത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.